നമസ്കാരം. അയർലൻഡ് ഈ ആഴ്ച എന്ന ന്യൂസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച വന്ന പ്രധാന വാർത്തയാണ് അയർലൻഡിൽ തുടർച്ചയായി 9ാമത്തെ മാസവും വീടുകൾക്ക് വില വർദ്ധിച്ചു എന്നത്. ഇക്കഴിഞ്ഞ മെയ് 24 വരെയുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 8.2% ഓൾ ഓവർ അയർലൻഡിൽ വില വർദ്ധിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് ഡബ്ലിനിലെ മാത്രം കാര്യം നോക്കുകയാണെങ്കിൽ 8.6ഉം ഡബ്ലിന് പുറത്തുള്ള മറ്റു കൗണ്ടികളിൽ 7.8%വുമാണ് വില വർധന. ഇതിന്റെ ഒരു പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വീട് വിൽക്കാനുള്ളതിലെ കുറവാണ്. പുതുതായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് ഇത് നിരാശയുടെ ഒരു വാർത്തയാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്ത് ഓരോ വർഷവും 53,000 വീടുകളാണ് നിർമ്മിക്കപ്പെടേണ്ടത് എന്നാണ് ESRIയുടെ റിപ്പോർട്ട്. അയർലൻഡിനെ സംബന്ധിച്ച് ഈ 53,000 വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് നടക്കുമോ എന്തോ. അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്തത്. അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത് പറയാനുള്ളത് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിംഗ് നിർത്തി പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഉടൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നിരിക്കുന്നത് പല ട്രേഡ് യൂണിയനുകളും പറഞ്ഞിരിക്കുന്നത് HSCയിലെ മുഴുവൻ നിയമനങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി നടത്തണം എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും വളരെ വ്യക്തമായി വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ന്യൂസ് ഉള്ളത് അയർലൻഡിലെ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരുപാട് അഭിമാനമുള്ള ഒരു കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായി അയർലൻഡിൻ്റെ അണ്ടർ 15 ദേശീയ ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് നമ്മുടെ മലയാളിയായ സിദ്ധാർത്ഥ് ബിജു. അയർലൻഡിലെ ഡബ്ലിനിൽ താമസിക്കുന്ന ബിജു ദീപ്തി ദമ്പതികളുടെ മകനാണ് ഈ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശികളാണ് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ. എടാ മോനെ സിദ്ധാർത്ഥെ, അടിച്ച് കയറി വാ മക്കളെ. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അയർലൻഡിൽ പല സ്ഥലത്തും ഇപ്പോൾ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പല സ്ഥലങ്ങളിലും ഇത് അഭയാർത്ഥികൾക്ക് നേരെയാണ് എന്ന് പറയാറുണ്ടെങ്കിലും പ്രവാസികളായ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അയർലൻഡിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൈയും കണക്കുമില്ലാതെ പല രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളും വിദേശികളും അതുപോലെ തന്നെ അഭയാർത്ഥികളും ഒക്കെയായി അയർലൻഡിൽ എത്തിയിരിക്കുന്ന ആളുകൾ മൂലം എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെയുമുണ്ട്. ഇതിൻ്റെ ഫലമായി പല അക്രമങ്ങളും രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മലയാളി സഹോദരങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ഇവിടെ പഠിക്കുവാനായി വന്നിട്ടുള്ളവരും പുതുതായി ജോലി കിട്ടി അയർലൻഡിലേക്ക് കടന്നു വന്നിട്ടുള്ളവരും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കിക്കൊണ്ട് നിൽക്കരുത്. നമ്മൾ എന്തിനാണ് അയർലൻഡിലേക്ക് വന്നത്, ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ. അടുത്ത ആഴ്ചയിൽ മറ്റു വാർത്തകളുമായി നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.